കൊച്ചി ആതിര ഗോൾഡിലെ സ്വർണ്ണ സമ്പാദ്യ തട്ടിപ്പ് കേസിൽ കൂടുതൽ പരാതികൾ. എറണാകുളം സെൻട്രൽ പോലീസിൽ മാത്രം ഇതിനോടകം കിട്ടിയത് 500 പരാതികളാണ്. വ്യാജ സ്വർണം നൽകി കബളിപ്പിക്കാൻ ശ്രമിച്ചതായും പരാതിക്കാർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. എല്ലാ മാസവും നമ്മുടെ ഗൂഗിൾ പേ വഴിയാണ് പൈസ അടക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്നത്. കറക്റ്റായിട്ട് എല്ലാ മാസവും കൃത്യമായിട്ട് അടച്ച് ഈ മാസം തീരേണ്ട കുറിയാണ്, ഫെബ്രുവരിയിൽ തീരേണ്ട കുറിയാണ്. ആ മാസത്തെ അടക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ പൂട്ടിയെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇവിടെ വന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയണത് ഇത് ഒരു ചീറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഇവിടെ ആൾക്കാർ മുങ്ങിയേക്കണെന്നൊക്കെയാണ് നമുക്കിവിടെ നിന്ന് അറിയാൻ പറ്റിയത്. ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് 1 പവനും 1/2 പവനും മേടിക്കുന്നത്. ഇപ്പം ഇത് വരവാണിയിട്ടുണ്ട് വന്നേക്കുന്നത്. വീട് കയറും നടന്ന് മാർക്കറ്റിൽ പോയി 10-2000 രൂപയുടെ മീൻ മേടിച്ച് അതിൽ നിന്ന് പിച്ചപ്പെട്ടാണ് 100 രൂപ വെച്ച് കൊടുത്ത് എന്തെങ്കിലും മേടിക്കണം ഇവിടെ നിന്ന്. എനിക്ക് എൻ്റെ മോന് 2 പെമ്മക്കളുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് 1/2 പവൻ മേടിക്കാൻ പോയിട്ട് 1/4 പവൻ മേടിക്കാനുള്ള കഴിവില്ല. ഇപ്പം അത്രയും വിലയല്ലേ സ്വർണ്ണത്തിന്. ഇതേപോലെ സ്വർണം എല്ലാവരും കൊടുത്ത പോലെ ഞാനും കൊടുത്തു. 9 പവൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാർഡിൻ്റെ ഒക്കെ തന്നിട്ടുണ്ട്, മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞു. 6 മാസമായിരുന്നു ആദ്യം. അപ്പം എനിക്ക് കിട്ടി എൻ്റെ സ്വർണം കൊടുത്തത്. പിന്നെ ഇപ്പോൾ രണ്ടാമതും കൊണ്ട് വെച്ചതാണിപ്പം ഈ 9 പവൻ മാക്കട. ഇനിയിപ്പോൾ ഇതെന്താ ഇത് കിട്ടുമായില്ല എന്നറിയാൻ, അമ്മ ആജീവനാന്തം വെള്ളത്തിൽ കിടന്ന് പണിയെടുത്ത കാശാണിത്. ഇത് കിട്ടുമായില്ല എന്നറിയാനും പാടില്ല. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, കൂടുതൽ പരാതികൾ എത്തുകയാണ്. അതും അതിസാധാരണക്കാരായ മനുഷ്യരിൽ നിന്നാണ് ഇങ്ങനെ സ്വർണം തട്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നത്. പോലീസിന്റെ അന്വേഷണം ഏത് തരത്തിൽ നടക്കുന്നു? ഏത് തരത്തിലുള്ള ഒരു തട്ടിപ്പ് രീതിയാണ് ഇവർ അവലംബിച്ചത്? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരായ മനുഷ്യരെ തന്നെയാണ് ഇവർ തട്ടിച്ചിരിക്കുന്നത്. 15 കോടിയോളം രൂപ പലരിൽ നിന്നായി തട്ടിച്ചു എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു പ്രാഥമികമായ കണക്ക്. ഇതിനോടകം തന്നെ 500-ലധികം പരാതികൾ എറണാകുളം സെൻട്രൽ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആതിര ഗോൾഡ് ആൻഡ് സിൽക്സ് എന്ന പേരിലായിരുന്നു എറണാകുളം ഹൈക്കോടതി ജംഗ്ഷനിൽ ഈ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്. അവിടെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയായിരുന്നു. ആളുകൾ സ്വർണത്തിലേക്ക് പണം നിക്ഷേപിക്കുക, അത് ഒരു തുകയായി കഴിയുമ്പോൾ സ്വർണ്ണമായി മടക്കി നൽകുമെന്നുള്ളതായിരുന്നു ഈ സമ്പാദ്യ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതായിരുന്നു ആളുകളോട് അറിയിച്ചിരുന്നത്. മാത്രമല്ല, സ്വർണം കൊടുത്തു കഴിഞ്ഞാൽ തതുല്യമായ തുക നൽകും. ആ തുകയ്ക്ക് സമാനമായ രീതിയിൽ കുറി ചേർന്ന് കഴിഞ്ഞാൽ പിന്നീട് ഇതേ സ്വർണം തിരിച്ചു കിട്ടും. ഇങ്ങനെ ആളുകളെ ഒറ്റ നോട്ടത്തിൽ വലിയ ലാഭമുണ്ടാകുമെന്ന് തോന്നുമെങ്കിലും വലിയ തട്ടിപ്പിൻ്റെ ഒരു തുടക്കമായിരുന്നു അത്. ഒരു സുപ്രഭാതത്തിൽ ആ കട പൂർണ്ണമായും അടച്ചു പോകുകയായിരുന്നു. എറണാകുളം ഹൈക്കോടതി ജംഗ്ഷനിൽ തന്നെയുള്ള വലിയ ഒരു കടയാണിത്. സ്വർണവും ഒപ്പം തന്നെ വസ്ത്രവും എല്ലാം വിൽക്കുന്ന ഒരു കട. അവിടെ ആയിരക്കണക്കിന് ആളുകളാണ് ഇത്തരം സമ്പാദ്യ പദ്ധതികളിൽ ചേർന്നിരിക്കുന്നത്. അതിൽ തന്നെ 500 പേരെ ഇതിനോടൊക്കെ പരാതിയുമായി വന്നിട്ടുള്ളൂ. ഇനി പരാതികളുടെ എണ്ണം കൂടുകയാണെങ്കിൽ തട്ടിപ്പിൻ്റെ വ്യാപ്തി കൂടുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ പ്രതികളെ പിടികൂടാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ലക്ഷ്മി, കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.